ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ സഭാരാധനയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് റോമർ 1:1 തിരിയാം. റോമർ 1:1. റോമൻസ് 1:1. അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. ഇംഗ്ലീഷിൽ വായിക്കാം. പോൾ, എ സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ, സെപ്പറേറ്റഡ് അൺടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ പൗലോസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് കാണുന്നത്. റോമാസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്താണ് ആദ്യമേ പറയുന്നത്? പോൾ, പേര് പറയുകയാണ്, പൗലോസ്. അടുത്തതായിട്ട് പറയുന്നു യേശുക്രിസ്തുവിൻ്റെ ദാസൻ. മൂന്നാമതായിട്ട് വിളിക്കപ്പെട്ട അപ്പോസ്തോലൻ. നാലാമതായിട്ട് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. ഇന്ന് നമുക്ക് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ദൈവം തരുന്ന ഒരു ജീവിതം, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ളത്. ഹൗ എ ലൈഫ് ഗിവൺ ബൈ ഗോഡ് and a life lived for God should be. Hallelujah. Hallelujah. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവം നമുക്ക് തന്ന ജീവിതമാണ് അല്ലേ? അതുപോലെ ദൈവത്തിനായിട്ട് ജീവിക്കുവാനുള്ള ഒരു ജീവിതമാണ് നമ്മളുടേത്. നമുക്ക് മനസ്സിലാക്കാം. പൗലോസ് തന്നെപ്പറ്റി പറയുമ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ പൗലോസ്, യേശുക്രിസ്തുവിൻ്റെ ദാസൻ, അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവൻ, ദൈവത്തിനായി സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. 4 കാര്യങ്ങൾ. നമുക്ക് ഇതിലെ ആഴത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോസ്തല പ്രവർത്തികൾ 9 അപ്പോസ്തല പ്രവർത്തികൾ 22 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ പറ്റും. പൗലോസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പൗലോസ് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമേ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യം എന്താണ്? പൗലോസ് ആരായിരുന്നു? ഹി വാസ് സോൾ ഓഫ് ടാർസസ്. പൗലോസിനെ പറ്റി ആദ്യമേ നമ്മൾ കേൾക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 7 സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവിടെ അതിൻ്റെ ഒരു സാക്ഷിയായിട്ട്, അതിന് കൈയടിച്ചുകൊണ്ട്, അതിന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെയും കർത്താവിൻ്റെ സഭയെയും ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിച്ച ഒരാളാണ്. ശൗൽ എന്ന് പറയുന്ന തർസസിലെ ശൗൽ, അവനെപ്പറ്റി പറയുന്നത് എന്താണ്? 9 അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ ശൗല് ദൈവസഭയെ വളരെ വേദനിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് പോൾ എന്നാണ് പറയുന്നത്, പൗലോസ്. ആ ശൗൽ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് പൗലോസിലേക്ക് there was a change in identity. ശൗൽ പോൾ ആകുകയാണ്. Saul becomes Paul. How? Through an encounter with Jesus. യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ ആ ശൗൽ ആരൊക്കെ ആയിരുന്നോ അതിൽ നിന്നെല്ലാം മാറി പുള്ളി ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ്. എന്നിട്ടിപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പൗലോസ് എന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് റിവീൽസ് എ ചേഞ്ച് ഇൻ ഐഡൻറ്റിറ്റി ഫ്രം സോൾ ടു പോൾ. I don't want to be known anymore as Saul. ശൗൽ എന്ന് പറയുന്ന ആ വ്യക്തി യേശുവിൻ്റെ ശത്രുവായിരുന്നു. ഇന്ന് പൗലോസ് എന്ന് പറയുന്ന ഞാൻ അതേ യേശുവിൻ്റെ ദാസനാണ്. ഹല്ലേലൂയ. അതൊരു യഥാർത്ഥമായിട്ട് വലിയൊരു മാറ്റമാണ്. അത് വെറുതെ ഒരു മീറ്റിങ്ങിന് പോയി ചുമ്മാതൊരു പേര് കേട്ട് ചുമ്മാതൊരു പാസ്റ്റർ എന്തോ പറഞ്ഞു ഞാൻ ബോൺ അഗെയിനായി, അങ്ങനെയല്ല. യഥാർത്ഥമായിട്ട് ഹൃദയത്തിൽ കർത്താവിൻ്റെ ശത്രു ആയിരുന്ന ഞാൻ, കർത്താവിനെതിരായിട്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഞാൻ
ഇന്ന് ആ കർത്താവിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ദാസനായി തീരുകയാണ്. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായിട്ട് നാം വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് എന്താണ്? 2 Corinthians 5:17, if any man is in Christ, he is a new creation. Behold, the old things have passed away and everything has become new. ഒരുവൻ കർത്താവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി അത്രേ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായിരിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പൗലോസ് പലപ്പോഴും ഇരുന്ന് പുറമോട്ടൊന്ന് ചിന്തിക്കുമ്പോൾ സങ്കടം വന്ന് കാണത്തില്ലേ? എൻ്റെ ദൈവമേ, ഞാൻ എത്രയോ പേരെ വലിച്ചഴച്ച് വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, അവരെ അടിച്ചു, അവരെ കാരാഗ്രഹത്തിലാക്കി, പലരും മരിച്ചുപോയി. ഇതിൻ്റെയൊക്കെ ഞാൻ എങ്ങനെ ഇതിന് കർത്താവേ ഇതിനൊരു പ്രായശ്ചിത്തം ചെയ്യും? ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്നൊരു ഉറപ്പ് ലഭിച്ചു, പൗലോസേ, ഞാൻ നിന്നെ കാണുന്ന ആ പഴയ ശൗലായിട്ടല്ല, ഞാൻ നിന്നെ കാണുന്ന എൻ്റെ മകനായിട്ടാണ്, എൻ്റെ ദാസനായിട്ടാണ്. ആ ഒരു ഉള്ളിലൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് പൗലോസായിട്ട് അവൻ ജീവിച്ചത്. അതുകൊണ്ട് മനസ്സിലാക്കണം ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ആദ്യമേ നമ്മളെപ്പറ്റി പറയുമ്പോൾ ഞാൻ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ ശൗലല്ല, ഞാൻ പൗലോസാണ്. അതായിരിക്കണം ആദ്യമായിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്നത്. നിങ്ങൾ ഏത് ഭവനത്തിൽ ജനിച്ചതാവട്ടെ, നിങ്ങൾ ഏത് പാരമ്പര്യത്തിൽ ജനിച്ചവരാവട്ടെ, നിങ്ങൾ യഥാർത്ഥമായിട്ട് വീണ്ടും ജനിച്ചു എന്ന് പറയുന്നുവെങ്കിൽ 2 കാര്യം നമ്മളുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്. ഒന്ന്, യേശുവിനെ പറ്റി ഒരു പുതിയ വെളിപ്പാട്, യേശു ക്രിസ്തുവിനെ പറ്റി ഒരു പുതിയ വെളിപ്പാടുണ്ടാകണം നമ്മളുടെ ജീവിതത്തിൽ, എ ന്യൂ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത്, എ ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ ക്യാരക്ടർ, ഇൻ യുവർ നേച്ചർ. നമ്മളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടതാണ്, പഴയ സ്വഭാവത്തിൽ നിന്ന് പുതിയ സ്വഭാവത്തിലേക്ക്. എന്നാലേ ശരിക്കും ശൗല് പൗലോസ് നായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലേ ശരിക്കും ഞാൻ പഴയ വ്യക്തിയല്ല, ഞാൻ പുതിയ വ്യക്തിയാണെന്ന് പറയുവാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഏതാണ് 2 കാര്യങ്ങൾ? ഒന്ന്, എ ട്രൂ റെവലേഷൻ ഓഫ് ഹൂ ജീസസ് ഈസ്, ആരാണ് യേശു എൻ്റെ ജീവിതത്തിൽ. രണ്ടാമത്, എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ ഓൾഡ് നേച്ചർ ടു എ ന്യൂ നേച്ചർ. ഒരു രൂപാന്തരം ഉണ്ടാവണം എന്നിൽ. ആ പഴയ സ്വഭാവമല്ല, എന്നിലൊരു പുതിയ സ്വഭാവം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം. അതാണ് സംഭവിച്ചത്. പോൾ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ശൗൽ പൗലോസായിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ശത്രു കർത്താവിൻ്റെ ദാസനായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ശൗലിനെ നോക്കുമ്പോൾ തർസോസിൽ ജനിച്ച യഹൂദനായ വ്യക്തിയായിരുന്നു. ശൗലിനെ പറ്റി വായിക്കുമ്പോൾ തർസോസിൽ ജനിച്ചു, ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു, ഗമാലിയലിൻ്റെ അടിയിൽ ശിക്ഷണം ലഭിച്ചു. ഗമാലിയൽ എന്ന് പറഞ്ഞാൽ അന്ന് അവിടുത്തെ ഏറ്റവും വലിയൊരു പണ്ഡിതനാണ്, ദൈവനിയമത്തിൽ യഹൂദന്മാരുടെ വലിയൊരു പണ്ഡിതനാണ്. ഇവിടെ പൗലോസ് തന്നെ പറ്റി തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനാണ് ഞാൻ. ഗമാലിയലിൻ്റെ അടിയിലിരുന്ന് ഏറ്റവും ഹയസ്റ്റ്, അന്നത്തെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഗമാലിയലിൻ്റെ യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് പാസ് ഔട്ട് ആയവനാണ് ഞാൻ, ഡിസ്റ്റിങ്ഷനോടെ. പക്ഷേ ഞാൻ പറയട്ടെ, നമുക്ക് എന്തൊക്കെ ഈ ലോകത്തിൻ്റെ രീതിയിൽ നമുക്ക് ജ്ഞാനമുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇവൻ വളരെ വളരെ താല്പര്യത്തോടെ ഇവിടെ പറയുന്നു, ദൈവസേവയിൽ ഞാൻ എരിവുള്ളവനായിരുന്നു. ഐ വാസ് സെലസ് ഫോർ ഗോഡ്. But you need to understand one thing. Zeal without knowledge is no good. നമ്മൾക്ക് ദൈവത്തിനായിട്ട് പല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുവാണെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യാൻ വളരെ എരിവുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവത്തെ പറ്റി ഒരു അറിവില്ലെങ്കിൽ അതിനൊരു ഗുണവുമില്ല. സദൃശ്യവാക്യങ്ങൾ 19-ന്റെ 2-ാം വാക്യം പറയുന്നത്, Zeal without knowledge is not good. Saul was zealous, but he did not have a knowledge of Jesus as the true Messiah. ശൗലിന് വളരെ എരിവുണ്ടായിരുന്നു. അതായത് അവരുടെ അവർ പറയുന്നതനുസരിച്ച് ദൈവസഭയെ, കർത്താവിൻ്റെ സഭയെ വേദനിപ്പിക്കുവാൻ, അവർക്കെതിരായിട്ട് പ്രവൃത്തികൾ ചെയ്യുവാൻ വളരെ താല്പര്യത്തോടെ മുൻപോട്ട് പോയി. പുള്ളി വിചാരിച്ചത് ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതെന്നാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് കർത്താവാണ് മശീഹ എന്നുള്ള അറിവിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ എരിവും ഈ സീലിനും ഒന്നും ഒരു ഗുണവുമില്ലായിരുന്നു. എങ്ങനെ വന്ന ഒരു വ്യക്തി ഒരു ദിവസം യേശുവുമായിട്ട് അവന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുകയാണ്, യേശുവുമായിട്ട് അവൻ കണ്ടുമുട്ടുകയാണ്.
മനസ്സിലാക്കണം, മറ്റ് ശിഷ്യന്മാരൊക്കെ യേശുവിനോട് കൂടെ നടന്നവരാണ്. എന്നാൽ ഈ ശൗല് യേശുവിനെ യഥാർത്ഥം വ്യക്തിയായിട്ട് കൂടെ നടന്ന ഒരു അപ്പോസ്തലനല്ല, അല്ലെങ്കിൽ ഒരു ശിഷ്യനല്ല. യേശു ശൗലിനെ ദമാസ്കസ് റോഡിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ശൗല് പറയുന്നത്, നിങ്ങളോട് കൂടെ ഞാനും കർത്താവിനെ കണ്ടവനാണ്, ഞാനും യേശുവിനെ നേരെ കണ്ടവനാണ്. ആ ഉറപ്പോടെയാണ് ശൗല് പൗലോസായി തീരുന്നത്. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു യഥാർത്ഥമായിട്ടുള്ള മാറ്റം വരണം. ഈ ശൗല് വളരെ എരിവോടെ മുൻപോട്ട് ദൈവസഭയെ വേദനിപ്പിച്ച് അവരെ പ്രയാസത്തിലാക്കി മുൻപോട്ട് നീങ്ങുന്നവനെ ഒരു ദിവസം യേശു ദമാസ്കസ് റോഡിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഇവിടെ പറയുന്നു, ശൗല് പറയുന്നു, പൗലോസ് പറയുന്നു, ഞാൻ നിലത്ത് വീണു യേശുവിനെ കണ്ടിട്ട്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 22 വായിക്കാം. ഇവിടെ പറയുന്നു, ഞാൻ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ശൗലിൻ്റെ ജീവിതത്തിൽ ശൗലിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അത് ദൈവഹിതത്തിനനുസരിച്ചുള്ളതല്ലായിരുന്നു. If your purpose and will in life is not aligned with the will of God, you are persecuting him. നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ദൈവഹിതത്തിനനുസരിച്ചുള്ളതല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കുകയാണ്, ദൈവത്തെ മുറിവേൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ വേദനിപ്പിക്കുന്നത് എന്ത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടോ? യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളാണോ? പലപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യമുണ്ട്, നമ്മുടേതായ ഒരു ഉദ്ദേശമുണ്ട്. പർപ്പസ് ഈസ് യോഴ്സ്, ദ കോളിംഗ് ഈസ് ഗോഡ്സ്. നമ്മളുടെ ലൈഫിൻ്റെ പർപ്പസ് നമ്മളായിട്ടുണ്ട്, നമ്മളുടെ പർപ്പസാണ് അല്ലേ? ബട്ട് ദ കോളിംഗ് ഈസ് ഫ്രം ഗോഡ്. When your purpose is aligned with God's calling, then your life's purpose becomes God's purpose. Hallelujah. Hallelujah. നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് നമ്മൾ അതിനെ കൊണ്ടുവരുമ്പോൾ അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാവും നമ്മളുടെ ജീവിതത്തിൽ. ഇവിടെ ഇവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ ഉദ്ദേശത്തിലായിരുന്നു. എനിക്കെന്ത് വേണം, എന്നെ എന്താണ് സന്തോഷിപ്പിക്കുന്നത്, എനിക്കെന്താണ് നേടാനുള്ളത്. എവറിത്തിങ് വാസ് അബൌട്ട് ഹിംസെൽഫ്. അതുകൊണ്ട് ദൈവസഭയെ ഉപദ്രവിക്കുകയായിരുന്നു ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തെ, കർത്താവിനെ ഉപദ്രവിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യേശുവുമായിട്ട് ആ ഒരു കൂടിക്കാഴ്ചയിൽ അവൻ്റെ ഉള്ളിൽ വന്ന ആ ഒരു മാറ്റം എന്താണെന്നറിയാമോ? ഇതുവരെ കർത്താവിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവൻ ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ യേശുവിനെ വിളിക്കുകയാണ്, കർത്താവേ. ഹല്ലേലൂയ. ഇതുവരെ എൻ്റെ ശത്രുവാണിത്. യേശു എന്ന് പറയുന്നത് എൻ്റെ ശത്രുവാണ്. യേശുവിൻ്റെ കൂട്ടം അല്ലെങ്കിൽ സഭ എൻ്റെ ശത്രുവാണ്, അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് അതിനായിട്ട് ഇറങ്ങിത്തിരിച്ചവൻ ദമാസ്കസ് റോഡിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനിൽ വന്ന ആ ഒരു യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത നിമിഷം അവൻ വിളിക്കുന്നത് എന്തുവാണ്? ഹൂ ആർ യു ലോർഡ്? അങ്ങ് ആരാണ് കർത്താവേ എന്താണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. യേശുവുമായുള്ള അവൻ്റെ കൂടിക്കാഴ്ച അത്ര അവൻ്റെ ഉള്ളിൽ ഒരു മാറ്റം വരുത്തി. എന്നിട്ട് അവൻ വിളിക്കുകയാണ്, കർത്താവേ അങ്ങ് ആരാണ് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നു, ഞാൻ യേശുവാണ്, നീ വേദനിപ്പിക്കുന്ന അതേ യേശു തന്നെ. ഹല്ലേലൂയ. അതാണ് ദൈവമക്കളെ യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ ഹൃദയത്തിൽ ഒരു അറിവ് വരും, ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയാണ് എൻ്റെ ജീവിതം കൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ശത്രുവായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് ആ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, ഇനി മുതൽ അങ്ങ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. അങ്ങ് എൻ്റെ ദൈവമാണ്. മനസ്സിലാക്കുക, ഈ ശൗല് ആ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ 3 ദിവസത്തേക്ക് കണ്ണ് കാണാതെ ഇരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, 3 ദിവസം കണ്ണ് കാണാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥമായിട്ട് സംഭവിച്ചത്? ഇങ്ങനെ നമ്മൾ നടക്കുന്ന ഒരു വ്യക്തി സഡനായിട്ട് 3 ദിവസം കണ്ണ് കാണാൻ വയ്യ, എന്ത് സംഭവിക്കും? ജീവിതം മുഴുവൻ നമ്മുടെ കണ്ണിൽ കൂടി ഇങ്ങനെ മുമ്പിൽ കൂടെ ഒന്ന് പോകും, അല്ലയോ? 3 ദിവസം പുതിയതായിട്ടൊന്നും കാണാനില്ല. മൊബൈൽ തുറക്കാൻ പറ്റത്തില്ല, ടി വി കാണാൻ പറ്റത്തില്ല, ആരെയും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇന്നിങ്ങനെ അടച്ചിരുന്നാൽ ജീവിതം ഇന്ന് വരെ ജീവിച്ചത് എങ്ങനെയാണെന്ന് മുമ്പിൽ കൂടെ ഒന്ന് കടന്നു പോകും. യു നോ വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദോസ് 3 days? God was changing his perspective about life.
ജീവിതത്തെ പറ്റിയുള്ള അവൻ്റെ കാഴ്ചപ്പാടിനെ ദൈവം മാറ്റുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെ അവൻ ജീവിതത്തെ എങ്ങനെ കണ്ടോ അതിനെല്ലാം മാറ്റി ഇനി മുതൽ സ്വർഗത്തിൻ്റെ കണ്ണുകൊണ്ട് ജീവിതത്തെ കാണുവാൻ ദൈവം അവനെ മാറ്റുകയായിരുന്നു. ഇതുവരെ അവൻ കണ്ടത് അവൻ്റെ ഉദ്ദേശത്തിൽ കൂടിയാണ്. സെൽഫ് സീക്കിംഗ്, സെൽഫ് പ്ലീസിങ്, സെൽഫ് സാറ്റിസ്ഫൈയിങ്. നൗ ഹി വാസ് ഗോയിങ് ടു സീ തിങ്സ് ഗോഡ്സ് വേ. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് അത് സംഭവിക്കണം. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് അത് സംഭവിക്കേണ്ടത് ആവശ്യമാണ്. ജെനുവിൻ കൺവേർഷൻ റിക്വയർസ് ആൻ ഇൻട്രോസ്പെക്ഷൻ ഇൻ യുവർ ഹാർട്ട്. യഥാർത്ഥമായിട്ട് നമ്മൾ മാനസാന്തരം പെടുന്നുവെങ്കിൽ അതിന് നമ്മുടെ അതിലേക്ക് കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ചെയ്തത് ശൗൽ 3 ദിവസം ഇരുന്ന്. അപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നതെല്ലാം തെറ്റാണ്. എന്നിട്ട് അവിടെ നിന്ന് ആ 3 ദിവസം കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കുമ്പോൾ അവനൊരു പുതിയ കാഴ്ചപ്പാടോടാണ് എഴുന്നേറ്റത്. ഇനി മുതൽ ഞാൻ ജീവിതം കാണുന്നത് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളിൽ കൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാവണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, നമ്മുടെ പഴയ പ്രവർത്തികൾ, അതിൽ നിന്നൊക്കെയും അനുദപിച്ച് ദൈവത്തിലേക്ക് സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തെ. എന്നിട്ട് പറയണം, കർത്താവേ, ഇനി മുതൽ ഞാനല്ല, ഇനി മുതൽ അങ്ങാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം. ഹല്ലേലൂയ. അങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്. ഇവിടെ അതാണ് ശൗലിന് സംഭവിച്ചത്. ആ 3 ദിവസം ഒന്നും കാണാതെ അവൻ ഇരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് അവൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട് നമുക്ക് വീണ്ടും ജനിച്ചു എന്ന് പറയുവാൻ കഴിയുന്നത്. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. പൗലോസ്. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുമ്പോൾ, എൻ്റെ പേരെടുത്താൽ അനിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ചിന്ത വരുന്നത് എന്താണെന്നറിയാമോ? 5 വയസ്സ് മുതലുള്ള ജീവിതമാണ്. എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, എന്തെല്ലാം ജീവിതത്തിൽ കർത്താവിൽ നിന്ന് അകന്നുപോയി. എന്നാൽ ഒരു ദിവസം യേശുവിനെ കണ്ടുമുട്ടുന്നു, കർത്താവ് ജീവിതം മാറ്റുന്നു, എന്നിട്ട് ഇന്നിവിടെ എത്തി നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം നമ്മളുടെ പേരെടുത്ത് പറയുമ്പോൾ. പൗലോസ് അതാണ് പറയുന്നത്. പോൾ എന്ന് പറയുമ്പോൾ ഞാൻ തർസസിൽ ജനിച്ച ശൗലാണ്, കർത്താവിനെതിരായിട്ട് ജീവിച്ചവനാണ്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ കർത്താവിനോട് ഞാൻ ചോദിക്കുകയാണ്, യേശുവിനോട് ചോദിച്ചു, അങ്ങ് ആരാണ് കർത്താവേ? യേശുവിനെ എൻ്റെ കർത്താവാക്കി ഞാൻ ഐ ബിക്കെയിം ബോൺ അഗെയിൻ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് എ സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ യേശുവിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ യേശുവിൻ്റെ ദാസനായി തീരുകയാണ്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ അവനൊരു ബോധ്യം വന്നു, യേശു എൻ്റെ രക്ഷിതാവാണ്. ഇനി എനിക്കൊരു സംശയവുമില്ല, യേശു എൻ്റെ രക്ഷിതാവാണ്, യേശു എൻ്റെ കർത്താവാണ്. ഹീസ് കോളിങ് ഹിം ലോർഡ്. ലോർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? യു ആർ മൈ ലോർഡ്, അല്ലേ? കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അങ്ങാണ് എനിക്കെല്ലാം. അടുത്തതായിട്ട് ഇവിടെ പറയുന്നു യേശുവിൻ്റെ ദാസനായ പൗലോസ്. നേരത്തെ പൗലോസ് യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 22-8 വാക്യത്തിൽ പൗലോസ് ചോദിച്ചു, കർത്താവേ നീ ആർ എന്ന് ചോദിച്ചു. എന്തിനായിരുന്നു? വൈ ഡിഡ് സോൾ ആസ്ക് ഹിം, ഹു ആർ യു ലോർഡ്? ദാറ്റ് വാസ് ടു നോ ഹിം ആസ് എ സേവിയർ. എന്തിനാണ് ശൗൽ ചോദിക്കുന്നത്, അങ്ങ് ആരാണ്? എന്തിനാണ്? യേശുവിനെ തൻ്റെ രക്ഷിതാവായിട്ട് അറിയുവാൻ. മുൻപോട്ട് പോകുമ്പോൾ ശൗല് അപ്പോസ്തല പ്രവൃത്തി 22-10 വാക്യത്തിൽ ചോദിക്കുകയാണ്, അടുത്തതായിട്ട് ചോദിക്കുന്ന, വാട്ട് ഷാൽ ഐ ഡു ലോർഡ്? ഹല്ലേലൂയ. അതെന്തിനായിരുന്നു? ദാറ്റ് വാസ് ടു സെർവ് ഹിം. ആദ്യമേ ചോദിച്ചു, അങ്ങ് ആരാണ് കർത്താവേ? അതെന്തിനാണ്? യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അറിയുവാൻ. അടുത്തതായിട്ട് ചോദിക്കുന്നത്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അതെന്തിനാണ് ചോദിക്കുന്നത്? അങ്ങയെ സേവിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങൻ്റെ കർത്താവാണ്, അങ്ങൻ്റെ നാഥനാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്. അതിനാണ് ചോദിക്കുന്നത്, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? He is now asking Jesus, what should I do with my life, Lord? Because I belong to you. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ കർത്താവിനോട്? കർത്താവേ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതോ നമ്മളിപ്പോഴും കർത്താവിനോട് പറയുവാണ്, കർത്താവേ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങ് ഇതിനും അങ്ങ് എഗ്രി ചെയ്തേരെ.
Are we telling the Lord how we want to live our life? Or are we asking the Lord, Lord, what should I do with my life? Only a servant can ask that. ഒരു ദാസനായ ഒരു വ്യക്തിക്ക് അത് ചോദിക്കുവാൻ പറ്റത്തുള്ളൂ. കർത്താവിനോട്, കർത്താവേ, അങ്ങ് എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 10-ാം വാക്യത്തിൽ എന്താണ് ചോദിക്കുന്നത്? കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. What should I do with my life, Lord? Hallelujah. Hallelujah. Only a servant can ask that. Only a servant will ask his master, what shall I do, Lord? If you are your own master, you will never ask anybody else. You will do yourself. അല്ലേ? നമ്മൾ പലരും അങ്ങനെയാണ്. We are masters of ourselves. We are masters of others also വേണമെങ്കിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കർത്താവേ, അങ്ങാണ് എൻ്റെ യജമാനൻ, ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞാട്ടെ. അങ്ങനെയുള്ളവർക്ക് യേശു പറഞ്ഞു കൊടുക്കും. എന്താണ് അടുത്ത വാക്യം? ആൻഡ് ദ ലോർഡ് സെഡ് ടു ഹിം. അങ്ങനെയുള്ളവർക്ക് യേശു പറഞ്ഞു കൊടുക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടോ? ഇന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ, കർത്താവേ, ഞാൻ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യേണ്ടത്? എൻ്റെ വിവാഹത്തിൽ കർത്താവേ, എൻ്റെ വിവാഹ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ മിനിസ്ട്രിയിൽ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യണമെന്ന്? അതോ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്തിട്ട് അതിനെയൊക്കെ മിനിസ്ട്രി എന്ന് വിളിച്ച്, അതിനെയൊക്കെ എന്താണ് ബ്ലെസ്സഡ് മാരേജ് എന്ന് വിളിച്ച് നമ്മളങ്ങ് പോവുകയാണോ? അതോ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ, ദൈവമേ, എൻ്റെ വിവാഹ ജീവിതം കൊണ്ട് അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഷൽ ഐ ഡു ലോർഡ്? നമ്മൾ യഥാർത്ഥമായിട്ട് അങ്ങനെ ചോദിച്ചാൽ മാത്രമേ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ദാസന്മാരായി തീരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ തന്നെ ഇഷ്ടങ്ങളും അംബീഷൻസും പർപ്പസസും ഗോൾസും ഫുൾഫിൽ ചെയ്ത് ജീവിക്കുകയാണ്. നമ്മൾ യേശുവിനോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്, വാട്ട് ഷാൽ ഐ ഡു ലോർഡ്? കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണം. അങ്ങനെയുള്ളവരോട് യേശു പറയും, കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കസിലേക്ക് പോകുക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് യേശു വെളിപ്പെടുത്തും, നീ എഴുന്നേറ്റ് ദമസ്കസിലേക്ക് പോകുക, അവിടെ നിനക്കായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിന്നോട് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർ മാത്രമായിരിക്കരുത്, യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ ദാസനും ദാസിയുമായി തീരണം. ഹല്ലേലൂയ. സഭയിലിരിക്കുന്ന ദൈവമക്കളെ, യു ഹാവ് കം ടു ചർച്ച് ഫോർ മെനി ഇയേഴ്സ് ആൻഡ് യു ക്യാൻ കണ്ടിന്യൂ ദ സെയിം വേ. അനേക വർഷങ്ങൾ ഇതുപോലെ സഭയിൽ വന്ന് വിശ്വാസിയായിട്ട് ഇരുന്ന് കഴിച്ച് വണ്ണം വെച്ച് ഉറങ്ങി വീട്ടിൽ പോകാം. അല്ലെങ്കിൽ കർത്താവേ, നിറഞ്ഞു, ഇനി ഞാൻ ഇറങ്ങി അങ്ങയെ സേവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സേവിച്ചു തുടങ്ങുക. അന്നേരമാണ് യഥാർത്ഥമായിട്ട് ദൈവത്തിന് നിങ്ങളുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം നിറവേറപ്പെടുന്നത്. ഹല്ലേലൂയ. യു ഹാവ് ടു ബിഗിൻ ടു സെർവ് ഹിം. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു ചെയർ പിടിച്ചിടുന്നത്, അല്ലെങ്കിൽ തുടയ്ക്കുന്ന, അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം, അതെല്ലാം ദൈവസേവയാണ്. ദൈവത്തെ സേവിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതം കൊണ്ട്. അങ്ങനെ ആകുമ്പോൾ കർത്താവ് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തി തരും നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 22:14 വാക്യം. യഥാർത്ഥമായിട്ട് ഒരു ദൈവദാസനും ദാസിയും എങ്ങനെയായിരിക്കണം? ഹൂ ഇസ് എ ട്രൂ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? അപ്പോസ്തല പ്രവൃത്തികൾ 22:14 വാക്യം. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. യഥാർത്ഥമായിട്ട് സത്യമായിട്ട് ദൈവത്തിൻ്റെ ദാസനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ സംഭവിക്കും. എന്താണെന്നറിയാമോ? ആദ്യമേ ആ വ്യക്തി നീതിമാനായവനെ കാണും. യു വിൽ ഹാവ് എ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ പ്രെയർ, ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. യേശുവിനെ കാണും. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. യു വിൽ ഹിയർ വേർഡ്സ് ഫ്രം ഹിസ് മൗത്ത്. മൂന്നാമതായിട്ട് തൻ്റെ ഇഷ്ടം അറിവാനും, യു വിൽ നോ ഹിസ് വിൽ. നാലാമതായിട്ട് നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. യു വിൽ ബി എ വിറ്റ്നസ് ടു അതേഴ്സ് ഓഫ് വാട്ട് യു ഹാവ് സീൻ ആൻഡ് ഹേർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥമായിട്ടുള്ള ഒരു ദൈവദാസൻ്റെ ദാസിയുടെ ജീവിതത്തിൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യമേ നീ നീതിമാനായവനെ കാണും, യേശുവിനെ കാണും. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മളുടെ വേദപുസ്തക വായനയിൽ കൂടി യേശുവിനെ കാണും. രണ്ടാമതായിട്ട് അവൻ്റെ വായിൽ നിന്നുള്ള വചനം കേൾക്കും. ഹല്ലേലൂയ.
ബൈബിൾ വായിക്കുമ്പോൾ സഭയിൽ വന്ന് പാസ്റ്റർ കൂടെ കേൾക്കും, വചനം കേൾക്കും. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയും. നാലാമതായിട്ട് നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെയാണ് യഥാർത്ഥമായിട്ട് യേശുവിനെ സേവിക്കുന്നത്. വീണ്ടും പറയട്ടെ, പോൾ എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. രണ്ടാമത് എന്താണ്? സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ഓരോരുത്തരും കർത്താവിനെ സേവിക്കുന്നവരായി തീരണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ് ഞാൻ എന്ന് പറയുവാൻ ഇടയാകണം. 4 കാര്യങ്ങൾ നാം കേട്ടു. ഞാൻ പ്രത്യേകം പറയട്ടെ, യഥാർത്ഥമായിട്ട് നിങ്ങൾ ദൈവത്തെ സേവിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇഫ് യു ആർ എ യങ് മാൻ, എ യങ് വുമൻ, യങ് ഗേൾ, മാരി സംവൺ who shares the same passion that you have for Jesus. നിങ്ങൾക്ക് യേശുവിനോടുള്ള അതേ സ്നേഹം, അതേ തീഷ്ണത ഉള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവസാനം വരുമ്പോൾ പറയുവാൻ പറ്റുള്ളൂ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിൻ്റെ അതേ തീഷ്ണത, നിൻ്റെ ഉള്ളിൽ ഉള്ള അതേ തീ ഇല്ലാത്തൊരു വ്യക്തിയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നിൻ്റെ ഉള്ളിലുള്ള തീ കൂടെ കെട്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് നെവർ അബൌട്ട് വൺ മാൻ. ഇറ്റ് ഈസ് അബൌട്ട് മീ ആൻഡ് മൈ ഫാമിലി. വി വിൽ സെർവ് ദ ലോർഡ്. ഹല്ലേലൂയ. ഐ വിൽ സെർവ് ദ ലോർഡ് ആൻഡ് മൈ ഫാമിലി വിൽ ഗോ എനിവേ എന്നല്ല, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തുടക്കം മുതലേ അങ്ങനെ ആയിരിക്കണം. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, നിൻ്റെ ഉള്ളിലുള്ള അതേ തീ, അതേ തീഷ്ണതയുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുക. എന്നിട്ട് കുടുംബജീവിതം കെട്ടി പണിയുക. എന്നിട്ട് മക്കൾ വരുമ്പോൾ അവരെയും അതേ ആ ഉണർവിൽ അവരെ വളർത്തുക. അങ്ങനെ ആകുമ്പോൾ അവരും നിങ്ങളോട് കൂടെ ദൈവത്തെ സേവിക്കും. അപ്പോൾ പറയുവാൻ പറ്റും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. അതാണ് യോശുവ പറഞ്ഞത്, യോശുവ 24:15. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം തൻ്റെ ദാസന്മാരെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ എന്തോ കഴിവ് നോക്കിയല്ല. നിങ്ങളെ ഒരു കൊയറിൽ വിളിച്ച് നിങ്ങളൊരു കൊയറിൻ്റെ ഭാഗമാകുന്നു, നിങ്ങൾ ഈ ലോകത്തിലെ ഏതോ വലിയ പാട്ടുകാരനും കുറേ പോഡ്കാസ്റ്റും കുറേ യൂട്യൂബ് വീഡിയോസും ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. ദൈവം നോക്കുന്നത് എന്താണ്? നമ്മളുടെ ഹൃദയമാണ് നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മളുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ദൈവത്തിനോടുള്ള സമർപ്പണം, ആ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം, ആ ഹൃദയത്തിൽ ദൈവമേ എനിക്ക് അങ്ങയെ സേവിക്കുവാൻ താല്പര്യമുണ്ട്, അതാണ് ദൈവം കാണുന്നത്. ഉദാഹരണത്തിന് ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യമേ ശമൂവേലിൻ്റെ മുൻപിൽ കൂടി കേമന്മാരായ പലരും വന്നു, അല്ലേ? അപ്പോൾ ദൈവം എന്താണ് ശമൂവേലിനോട് പറഞ്ഞത്? ശമൂവേലെ, ഞാൻ നോക്കുന്നത് ഇതൊന്നുമല്ല. മാൻ ലുക്സ് അറ്റ് ദി ഔട്ട്വേർഡ് അപ്പിയറൻസ്, ബട്ട് ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. ഹല്ലേലൂയ. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെയാണ്. അങ്ങനെയുള്ള ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കണം. 1 ശമൂവേൽ 16:7 ദൈവം ഇതാണ് പറയുന്നത്, ശമൂവേലേ, ഞാൻ ഇവനിൽ കണ്ടിരിക്കുന്നത് ഇവൻ്റെ ഹൃദയത്തെയാണ്. ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളുടെ ഹൃദയത്തെ ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മുടെ കഴിവും നമ്മുടെ സാമർഥ്യവും ലോകപരിചയവും ലോക അറിവും ഒന്നുമല്ല. ദാറ്റ് ഈസ് നോട്ട് ദ ക്വാളിഫിക്കേഷൻ ടു ബി എ സെർവൻ്റ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് യുവർ ഹാർട്ട്. ദൈവം നോക്കുന്നതിൻ്റെ ഹൃദയത്തെയാണ് ദൈവ പൈതലേ. അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ ദാസനും ദാസിയുമായിട്ട് ജീവിക്കുക. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കൂടെ ദൈവം പ്രവർത്തിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ എല്ലാം ശ്രദ്ധ നമ്മുടെ മേൽ വരും. അവർ നമ്മളെ പൊക്കിപ്പറയും, അവർ വലിയ അറ്റൻഷൻ തരും, വലിയ ഗ്ലോറിയൊക്കെ തരും നമുക്ക്. അതിനൊന്നും പെട്ടുപോകരുത്. അതൊരു യഥാർത്ഥ ദാസൻ്റെ സ്വഭാവമല്ല, ദാസിയുടെ സ്വഭാവമല്ല. യേശു തന്നെ പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 13:16 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. The servant is not greater than his master, nor is a messenger greater than the one who sent him. So do not bask in the glory that people gives you. That is never God's intention for your life. Only his name should be glorified through you. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ദാസനും ദാസിയും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ പ്രൈസിനായിട്ട് ഒന്നും വെയിറ്റ് ചെയ്യരുത്. ഡോണ്ട് ബി ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ്. ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്തോ, മിണ്ടാതെ പിന്നെ പൊക്കോളുക. കർത്താവിന് മഹത്വം ലഭിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ ദാസനായിട്ട് ജീവിക്കണമെങ്കിൽ ബി ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് ഈസ് എൻട്രസ്റ്റഡ് ടു യു. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുക. മത്തായിയുടെ സുവിശേഷം 25:22-23 വായിക്കുമ്പോൾ,
മാത്യു 25:22-23. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു. യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് പറയുന്നത്? അങ്ങനെ ഏൽപ്പിച്ചത് ഞാൻ കുറച്ചും കൂടി അത് വളർത്തി, എന്നാൽ കഴിയുന്നതൊക്കെയും ഞാൻ ചെയ്ത് കർത്താവെ 2 താലന്ത് തന്നു, ഞാനത് 4 താലന്താക്കി. ഹല്ലേലൂയ. യേശു എന്താണ് പറയുന്നത്? അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനാകുന്നവനെ കർത്താവ് അധികം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുമ്പോൾ എപ്പോഴും കർത്താവ് ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കുക. മറ്റുള്ള വ്യക്തിയെ നോക്കണ്ട. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും കർത്താവിനോട് കൂടെയുള്ള യാത്ര വ്യത്യസ്തമാണ്. നിങ്ങളെ എന്തേൽപ്പിച്ചോ അത് വിശ്വസ്തയോടെ ചെയ്യുക. അത് മീഡിയ ടീമാകാം, അത് ക്വയറാകാം, അത് ക്ലീനിങ് ആകാം, അത് സെറ്റിംഗ് അപ്പ്, എന്താണെങ്കിലും വിശ്വസ്തയോടെ ചെയ്യുക. അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളെ കൂടുതൽ കൂടുതൽ ഉയർത്തും, കൂടുതൽ തൻ്റെ വേലയ്ക്കായിട്ട് ഉപയോഗിക്കും. ദാറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് പീപ്പിൾ ഗോഡ് പ്രൊമോട്ട്സ് ആൻഡ് ടേക്സ് ഇൻ ടു ബിഗർ തിങ്സ്. ഞാൻ പൗലോസ്, യേശുവിൻ്റെ ദാസനായവൻ. 3 എന്താണ് പറയുന്നത്? ഞാൻ അപ്പോസ്തോലനായി വിളിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ. എന്നെ ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? അപ്പോസ്തോലനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഗോഡ്സ് കോളിംഗ് ഓൺ യുവർ ലൈഫ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ എന്ത് വിളി വച്ചിരിക്കുന്നോ, that will come to pass as you serve him. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വിളി എപ്പോഴാണ് അത് നടക്കാനിടയാകുന്നത്? നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോഴാണ്. ഞാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ചില പേരൻസ് പറയും ഇവൻ്റെ ജീവിതത്തിൽ വലിയ കോളിംഗ് ഉണ്ട്, പക്ഷേ 5 വർഷമായി 10 വർഷമായി ഒന്നും നടക്കുന്നില്ല. എന്താണെന്നറിയാമോ? കോളിംഗ് ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ, ഇറങ്ങി തിരിച്ച് ഒന്നും ചെയ്യുന്നില്ല. ദൈവമക്കളെ, കോളിംഗ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങി ദൈവത്തെ സേവിക്കുക. നിങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി എന്താണോ അതിലേക്ക് ദൈവം തന്നെ നിങ്ങളെ നയിച്ചുകൊള്ളും. ഹല്ലേലൂയ. So if you think you are called by God, start serving him today. It is in your serving that your calling will be revealed. Hallelujah. So step out and serve God. ദൈവത്തെ സേവിക്കുക. നിങ്ങൾ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിയിലേക്ക് ദൈവം നിങ്ങളെ നയിച്ചുകൊള്ളും. ഏത് ദൈവദാസൻ്റെ അടുക്കൽ ചോദിച്ചാലും അവർക്ക് പറയുവാനൊരുണ്ടാവും അവരുടെ ആ ഒരു യാത്രയുടെ കഥ. അവരെങ്ങനെ തുടങ്ങി, അവരെങ്ങനെ ദൈവത്തെ സേവിച്ചു തുടങ്ങി എന്ന്, ദൈവം എവിടെ അവരെ എത്തിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് ദൈവം കൊണ്ടുവന്നൊന്നുമല്ല, അത് വർഷങ്ങളുടെ ഒരു യാത്രയാണ്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുമ്പോഴാണ് ദൈവം തൻ്റെ വിളി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുപോലെ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുക്കത്തിൻ്റെ ഒരു സമയവുമുണ്ട്. If God has called you to be something there, you will certainly go through a time of preparation. Hallelujah. Hallelujah. എന്ത് ദാവീദിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തു, രാജാവാകുവാനായിട്ട് അഭിഷേകപ്പെട്ടവനാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ത്രോണിലിരുന്നതല്ലേ. ആ രാജാവിൻ്റെ ആ സീറ്റിലിരിക്കുന്ന അനേക വർഷങ്ങൾ കഴിഞ്ഞ. അതുപോലെ മോശ, ആ വിൽഡർനെസ് എക്സ്പീരിയൻസ് 40 years ആ മരുഭൂമിയിലായിരുന്നു. 40 വർഷം മോശ. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് ദൈവമക്കളുടെ വിടുവിക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദ ടൈം ദാറ്റ് ദേ സ്പെൻഡ്, ഡേവിഡ് ആൻഡ് മോസസ്, മോശയുടെയും ദാവീദിൻ്റെയും ജീവിതത്തിൽ നടന്ന ഈ അനേക വർഷങ്ങൾ, വാസ് ഇറ്റ് റിജക്ഷൻ ഫ്രം ഗോഡ്? ആ ദൈവം അവരെ കൈവിട്ടതാണോ? അല്ല, ദൈവം അവരെ ഒരുക്കുകയായിരുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദൈവം നിങ്ങളുടെ മേൽ ഒരു വിളി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഒരുക്കുന്നതും ഒരു കാലഘട്ടമുണ്ട്. അത് ചിലപ്പോൾ അനേക വർഷങ്ങളാകാം. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്നല്ല, ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. ഹി ഈസ് മോൾഡിങ് യു, ഹി ഈസ് ബ്രേക്കിംഗ് യു ഇൻ സം പ്ലേസസ് വേർ യു നീഡ് ടു ബി ബ്രോക്കൺ. ഹി ഈസ് ചിസ്ലിങ് യു. ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് ഉരച്ച് നീക്കി മാറ്റേണ്ടതുണ്ട്. അപ്പം പറയോ കർത്താവേ ഭയങ്കര വേദന, എന്തിനാ ഇത് ചെയ്യുന്നത്? മോനെ, അത് ആവശ്യമാണ്. ഹല്ലേലൂയ. You will go through the refiner's fire. ആ തീയിൽ കൂടി കടന്നു പോകും. എന്തിനാണ്? വെള്ളിയും സ്വർണവും ഏറ്റവും പ്യുവർ ആക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് കളങ്കമായിട്ടുള്ളതെല്ലാം മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. You will be the clay in the potter's hands.
അതുപോലെ കടന്നു പോകും. എന്തിനാണ്? ടു മോൾഡ് യു ഇൻ ടു വാട്ട് ഹി വാണ്ട്സ് യു ടു ബി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മുടെ മേലൊരു വിളി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടത്തിക്കൊണ്ട് പോകും. അത് എപ്പോഴും അതിനെ സ്വീകരിക്കുക. എൻ്റെ ദൈവം എൻ്റെ മേൽ വെച്ചിരിക്കുന്ന വിളിക്കായിട്ട് ദൈവം എന്നെ ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വിളിയിലേക്ക് നിങ്ങൾക്ക് നടന്ന് പ്രവേശിക്കുവാൻ കഴിയും. എപ്പോഴും മനസ്സിലാക്കുക, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോഡ് കോൾസ് യു ടു ഡു, ഹി വിൽ എക്വിപ്പ് യു ടു ഫുൾഫിൽ. ദൈവം നിങ്ങളെ എന്ത് ചെയ്യുവാൻ വിളിച്ചിരിക്കുന്നുവോ അത് ചെയ്യുവാൻ, അത് നിവർത്തിക്കുവാനായിട്ട് ദൈവം തന്നെ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. നിങ്ങളൊന്നും പറയേണ്ട, കർത്താവേ ഞാനത് എങ്ങനെ ചെയ്യും? ദൈവം കൂടെ ഉണ്ടായിരിക്കും. ദൈവ പൈതലേ, കർത്താവ് എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ നീ വാ തുറക്കുമ്പോൾ നീ എന്ത് പറയണമെന്നുള്ള വാക്കുകൾ ഞാൻ നിനക്ക് തരും, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ട. കർത്താവ് വിളിച്ചവനെങ്കിൽ അവൻ വിശ്വസ്തനാണ്. ദൈവം നിന്റെ മേലൊരു വിളി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുവാനും അവൻ വിശ്വസ്തനാണ്. ഞാൻ പൗലോസ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ, അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവൻ. നാലാമതായിട്ട് പറയുന്നു, ഞാൻ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഗോസ്പൽ. അതായത് എല്ലാവരുടെയും ഇടയ്ക്ക് നിന്ന് എന്നെ കർത്താവ് എടുത്ത് മാറ്റി. ഇന്ന് പറ്റുമോ ദൈവമക്കൾക്ക് എല്ലാവരുടെ ഇടയ്ക്ക് നിന്നൊന്ന് മാറി വരാൻ? പക്ഷേ പാസ്റ്ററെ, അവിടെ എൻജോയ്മെൻറ്റ്, അവിടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് എന്നെ മാറ്റുന്നത് എന്തിനാ? യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വിളി നമ്മളുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ there is a setting apart that is required. ദൈവവിളി നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് നിറവേറ്റുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളിൽ നിന്നും മാറി വരേണ്ടി വരും. എല്ലാവരും ഇരുന്ന് സന്തോഷിച്ച് തമാശയും പറഞ്ഞ് ചിരിച്ച് കളിക്കുന്നിടയ്ക്ക് ദൈവത്തിൻ്റെ ദാസന് ഇരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ദാസനായിട്ട് ജീവിക്കണമെങ്കിൽ അതിൽ നിന്ന് മാറി വരേണ്ടി വരും. ദാറ്റ് ഈസ് ദ പ്രൈസ് യു ഹാവ് ടു പേ. ഹല്ലേലൂയ. ദൈവമുഖം കാണാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിൻ്റെ ഹിതം അറിയാൻ, എന്നിട്ട് അത് മറ്റുള്ളവരുടെ മുൻപിൽ പോയി പ്രസ്താവിക്കുവാൻ, അതിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ നീ ഒരു വില കൊടുക്കേണ്ടി വരും ദൈവദാസ, ദൈവദാസി. അങ്ങനെയുള്ള ഒരുക്കത്തോടെ ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് പലർക്കും അത് പറ്റുന്നില്ല. ഒരു മണിക്കൂറോടെ ടി വിയുടെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഡിവൈസിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ എല്ലാവരും പോകുന്നു ഈ പരിപാടിക്ക്, ഞാനത് പോയാൽ വലിയ നഷ്ടമാണ് എനിക്ക്. പക്ഷേ ഞാൻ പറയട്ടെ, ദ മോർ ഗോഡ് വാണ്ട്സ് ടു യൂസ് യു, ദ മോർ യു ഹാവ് ടു ബി സെറ്റ് അപ്പാർട്ട്. ദൈവം കൂടുതൽ നമ്മെ ഉപയോഗിക്കുമ്പോൾ, കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ കൂടുതൽ നമ്മൾ വേർപെട്ട് വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്കാണ് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ദൈവം തൻ്റെ അഭിഷേകം അധികം നൽകുന്നത്. Because he cannot trust you with his anointing if you are going to waste it in front of other people. The anointing will cost you something. ദൈവത്തിൻ്റെ അഭിഷേകത്തിന് ഒരു വില കൊടുക്കേണ്ടി വരും. അത് ഈ ലോകത്തിൻ്റെ മധ്യേ നിന്ന് മാറി വരുന്നതാണ് ആ വിലയെന്ന് പറയുന്നത്. എവറിത്തിങ് ഈസ് പെർമിസിബിൾ, ബട്ട് നോട്ട് എവറിത്തിങ് ഈസ് ബെനിഫിഷ്യൽ. ഹല്ലേലൂയ. എല്ലാം അനുവദിക്കുള്ളതാണ്, എന്നാൽ എല്ലാം നിനക്ക് ഗുണമുള്ളതല്ല ദൈവ പൈതലേ. നിനക്ക് പറയാം അതിനെന്തോ കുഴപ്പം, എനിക്കത് ചെയ്യാമല്ലോ. നോ, ഇറ്റ് ഈസ് നോട്ട് ബെനിഫിഷ്യൽ ഫോർ യു ആസ് എ സെർവൻ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് വേർപെട്ട് വരേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 10:22 അതാണ് പറയുന്നത്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. എന്താണ് പറയുന്നത്? സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. ഐ ഹാവ് ദ റൈറ്റ് ടു ഡു എനിത്തിങ് യു സേ, ബട്ട് നോട്ട് എവറിത്തിങ് ഈസ് ബെനിഫിഷ്യൽ. ഐ ഹാവ് ദ റൈറ്റ് ടു ഡു എനിത്തിങ്, ബട്ട് നോട്ട് എവറിത്തിങ് ഈസ് കൺസ്ട്രക്റ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ദാസനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സുവിശേഷത്തിനായി വേർതിരിച്ചുള്ള ജീവിതം ജീവിക്കേണ്ടത് ആവശ്യമാണ്. 2 തിമോത്തിയോസ് 2:20 പറയുന്നു, 2 തിമോത്തി 2:20, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന പാനപാത്രം ആയിരിക്കും. In a large house there are articles not only of gold and silver, but also wood and clay,
Some are for special purposes and some for common use. Those who cleanse themselves from the latter will be instruments for special purposes, made holy, useful to the master, and prepared to do any good work. നമ്മൾ ഓരോരുത്തരും, every one of us should be a vessel fit for the master's use. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, പറഞ്ഞാട്ടെ, വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന പാനപാത്രമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മെ വെടിപ്പാക്കുവാൻ ദൈവത്തിനെ അനുവദിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം, കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് വരണം. മൂന്നാമതായിട്ട് ഉടമസ്ഥന് ഉപയോഗമുള്ള ഒരു ജീവിതം ജീവിക്കണം. നാലാമതായിട്ട് നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന ഒരു പാനപാത്രമായിരിക്കും. ഹല്ലേലൂയ. പൗലോസ് എന്താണ് പറയുന്നത്? പൗലോസ് എന്ന ഞാൻ, യേശുക്രിസ്തുവിൻ്റെ ദാസൻ, അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായിരിക്കണം നമ്മളുടെ ജീവിതത്തെ പറ്റി നമ്മൾ പറയുന്നത്. അനിൽ എന്ന ഞാൻ, യേശുക്രിസ്തുവിൻ്റെ ദാസൻ, ഒരു പാസ്റ്ററായി വിളിക്കപ്പെട്ടവൻ, സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവൻ. എവ്രി വൺ ഓഫ് യു, ഗോഡ് ഹാസ് ചോസൺ യു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതം കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ അറിയണം. എന്താണ് ദൈവമേ അങ്ങക്ക് എൻ്റെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം? ഇഫ് യു ആസ്ക്, ഹി വിൽ റിവീൽ. നമ്മൾ ഇന്നും പലപ്പോഴും, കർത്താവേ, എൻ്റെ പ്രശ്നം, എൻ്റെ ജോലി, എൻ്റെ വിസ, എനിക്ക് അവിടെ എത്തണം, ഇവിടെ എത്തണം, എൻ്റെ മക്കളുടെ പഠിത്തം, കല്യാണം, ഇതൊക്കെ അവിടെ തന്നെ ഇപ്പോൾ കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? The life that he has given you is to be lived for him. ഹല്ലേലൂയ. അതുകൊണ്ട് who are you Lord എന്ന് ചോദിക്കുന്നതിൽ നിന്ന് അടുത്ത പടിയിലേക്ക് വരണം. What shall I do with my life, Lord? ചോദിക്കാമോ ഇന്ന്? അങ്ങനെ ആകുമ്പോൾ ചിലപ്പം ദൈവം പറയും, ഡേവിഡ് ലിവിങ്സ്റ്റണിനോട് പറഞ്ഞു ആഫ്രിക്കയിൽ പോകാൻ. അയ്യോ, ഞാൻ ചോദിക്കുന്നില്ല പാസ്റ്ററെ, അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? പക്ഷേ ചോദിക്കാമോ? വലിയ സമ്പത്ത്, വലിയ സാലറിയിൽ നിന്നുള്ള ജോലിയിൽ നിന്ന് ദൈവം പറയും ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ. ചോദിക്കാമോ? This life that God has given you, what are you living it for? എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്? When you come beyond your burdens and when you take the burden of Christ, then you will truly know the purpose of your life. നമ്മളുടെ ഭാരങ്ങളിൽ നിന്നൊക്കെയും അപ്പുറത്ത് വന്നിട്ട് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ നമ്മളുടെ ഭാരമാക്കി തീർക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവം നമ്മളുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ജീവിതമാണ് യഥാർത്ഥമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ ഏറ്റെടുത്ത് ചെയ്തോളൂ. If you make Jesus the master of your life and you live your life as a servant for him, the master will take care of the servant. Hallelujah. Hallelujah. യജമാനൻ ദാസനെ നോക്കിക്കൊള്ളും. അതുകൊണ്ട് ഭയപ്പെടേണ്ട ദൈവ പൈതലേ. Come beyond asking, who are you, Lord? And come to that place where you ask, what shall I do, Lord? എന്താണ് കർത്താവേ അങ്ങ് എൻ്റെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത്? അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ പഠിത്തം എല്ലാം ദൈവത്തിനായിട്ടുള്ള ഒരു യാഗമായി തീരും. ആൻഡ് ഇറ്റ് വിൽ ബി പ്ലീസിങ് ടു ഹിം. അത് ദൈവത്തിന് മഹത്വം വരുത്തുകയും ചെയ്യും. അങ്ങനെ ജീവിച്ച പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോൾ പറയുന്നത് 2 തീമോത്തിയോസ് 4:6-8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഹല്ലേലൂയ.
അവിടെ നിർത്തുന്നില്ല. എനിക്ക് മാത്രമല്ല, അപ്പം നമുക്കും ഹോപ്പുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. അപ്പം നമ്മളും ഉണ്ടാക്കൂട്ടത്തില്ലല്ലോ. എങ്ങനെയാണ്? പൗലോസ് എന്ന ഞാൻ, ക്രിസ്തുയേശുവിൻ്റെ ദാസനായവൻ, അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവൻ, എൻ്റെ വിളിയെ മനസ്സിലാക്കിയവൻ, എന്നിട്ട് ആ വിളിക്ക് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട ജീവിതം ജീവിച്ചവൻ. എനിക്കായിട്ട് എൻ്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഇന്ന് നമ്മളുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇന്ന് ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമർപ്പണത്തിൻ്റെ ദിവസമാക്കുവാൻ കഴിയുമോ? ദൈവത്തോട് നമുക്ക് യഥാർത്ഥമായിട്ട് ഉള്ളു തുറന്ന് പറയുവാൻ കഴിയുമോ? കർത്താവേ, ഇതുവരെ ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ആവശ്യങ്ങളൊക്കെയും മാത്രം നോക്കി ജീവിച്ചു. ആ ശൗലിനെ പോലെ കർത്താവേ, ഐ വാസ് സോ സെൽഫ് സെന്റേർഡ്. ഇന്ന് ഞാൻ അങ്ങയുടെ അടുത്ത് വരുന്നു കർത്താവേ. ഇന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, വാട്ട് ഷാൽ ഐ ഡു വിത്ത് മൈ ലൈഫ് ലോർഡ്? എന്താണ് കർത്താവേ അങ്ങ് എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശബ്ദം ഉയർത്തി നമുക്ക് പറയാം, let us make this our prayer today. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. യേശുവിനോട് ചോദിക്കുക, Lord, I want to serve you. I have been blessed enough, Lord. ഞാൻ അനേകം അനുഗ്രഹം പ്രാപിച്ചു കർത്താവേ. ഇനിയും എനിക്ക് വേണ്ടി മാത്രമല്ല ദൈവമേ, അങ്ങയ്ക്കായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. എൻ്റെ ജീവിതം കൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അങ്ങ് എൻ്റെ മേൽ വെച്ചിരിക്കുന്ന വിളി? അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും കർത്താവേ, അതനുസരിച്ച് നീങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് എന്തിൽ നിന്നൊക്കെയാണോ അകന്നു വരേണ്ടത്, എന്തിൽ നിന്നൊക്കെയാണോ വേർപെട്ട് വരേണ്ടത് കർത്താവേ, അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. Lord, I have been in the middle of people for a long time, Father, where you have been waiting for me to come to you. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ജനത്തിന്റെ മധ്യത്തിൽ ഇരുന്ന് അവർ എന്നെ പുകഴ്ത്തുന്നതിൻ്റെ ഒക്കെ ഇടയ്ക്കായി പോയി കർത്താവേ. എന്നാൽ ഇന്ന് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ആ ഒരു സന്തോഷം മാത്രമാണ്, അങ്ങയുടെ മഹത്വമാണ് ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let this be our prayer today. Tell me, Lord, what is your call on my life? What is your purpose for my life? Let me say it again. Your purpose will remain your purpose alone until you know what is God's call for your life. Then your purpose will become His purpose for your life. Hallelujah. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ കൂടി അങ്ങയെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ആ ശൗലിന്റെ ജീവിതത്തിൽ അങ്ങയുടെ ശത്രുവായി ജീവിച്ചവനെ അങ്ങ് കണ്ടുമുട്ടി അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്തി മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവേ, അങ്ങയുടെ ദാസനാക്കി തീർത്തു. അങ്ങയുടെ വിളി വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവേ, സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവനായി ജീവിച്ചു അങ്ങേക്ക് മഹത്വം വരുത്തിയതുപോലെ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയും കർത്താവേ, എല്ലാവരും കർത്താവേ, ഇന്ന് ഈ കേട്ട വചനത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ മാറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവേ, ഞങ്ങളുടെ സുഖങ്ങൾക്ക് പുറകെ മാത്രം ഓടിപ്പോയി പാഴായി പോകാതെ യേശു യഥാർത്ഥമായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ച് അങ്ങയ്ക്ക് മഹത്വം കരയേറ്റുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും അവിടുന്ന് തന്നെ പ്രവർത്തിക്കണമേ. അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഈ ദിവസങ്ങളിൽ അവരോട് സംസാരിക്കണമേ. യേശുവിന്റെ രക്തത്താൽ ഓരോ ഹൃദയത്തെയും കഴുകണമേ കർത്താവേ.
ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ കെട്ടുകളിൽ നിന്ന് കർത്താവെ പുറത്തു വരുവാൻ, പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുവാൻ, അവരുടെ ജീവിതം അങ്ങേക്കായിട്ട് ജീവിക്കുവാൻ ഓരോ ദൈവമക്കളെയും ഇടയാക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, കുടുംബ ജീവിതങ്ങളെ, സഭാ ജീവിതത്തെ, സഭയായിട്ട് കർത്താവ് എല്ലാവരും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവസന്നിധിയിലിരിക്കാം.